അയ്യോ ബെൽറ്റ് ഇറങ്ങല്ലേ, ഇത് ഊരണം. ഇതിനിടയ്ക്ക് താൻ ഇതൊക്കെ പഠിച്ചോ? വിമാനത്തിലും ഇത് തന്നെയായിരുന്നു പ്രശ്നം. ബെൽറ്റ് എന്തായി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് കണ്ണുമിഴിച്ച് നോക്കാൻ പോലും ഞാൻ അവസരം തരില്ല. വരൂ. അയ്യോ എത്തിയില്ലോ. ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നതാ. ട്രാഫിക് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. ഫ്ലൈറ്റിൽ കയറിയപ്പോ പേടിച്ചോമേ? ഞാനെന്തിനാ പേടിക്കണേ, നിന്റെ അച്ഛൻ കൂടുള്ളപ്പോ. ഏയ് പേടിയൊന്നുമില്ല. വിമാനത്തിൽ കേറിയപ്പോ എന്റെ കൈക്ക് പിടിച്ചതാ. ഇവിടെ വന്ന് ഇറങ്ങി കാറ് കേറിയപ്പോഴാ പിടിവിട്ടത്. വിമാനം ഒന്ന് അനങ്ങിയാ പിടിച്ചു ഞെക്കോ. നീര് കണ്ടോ? അച്ഛൻ പിന്നെ ഒരുപാട് ഫ്ലൈറ്റ് സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓടാ. കാറിൽ യാത്ര ചെയ്യുമ്പോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് മുഖം കഴുകുക, ഒരു ചായ കുടിക്ക്, സ്പീഡ് കുറയ്ക്ക് എന്നൊക്കെ പറയാം. വിമാനത്തിൽ ആരോട് എന്ത് പറയാൻ? അത് പൈലറ്റ് പോലും അല്ല, ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ ഇരുന്നാ നിയന്ത്രിക്കുന്നേ. നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ പോരാ, ഒരു 1.5 മണിക്കൂർ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഫ്ലൈറ്റിലെ ഫുഡൊന്നും പിടിച്ചു കാണില്ല അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. പലപ്പോഴും ആഹാരത്തെക്കാ നല്ലത് നിരാഹാരം. ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാൻ കഴിക്കാം. വരൂ ചേച്ചി. അച്ഛാ ഇതാ ജോബ്. ഞാൻ ഇല്ലത്ത് വന്നിട്ടുണ്ട്, ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അവിയലും കണ്ണിമാങ്ങയും സംഭാരവും നല്ല ഇളം ചൂടുള്ള ചുക്കുകളും ഒന്നും പറയണ്ട, മറക്കത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതാണ്. ഗോവിന്ദരെ, എനിക്ക് ആ ദേഹണ്ണപ്പുരം ഒന്ന് കാണണം. താൻ എന്തൊക്കെ വിട്ടിത്തങ്ങളാ ചെയ്ത് വെച്ചിരിക്കുന്ന അറിയണമല്ലോ. എവിടെയാ അത്? അതിനു മുമ്പ്, ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരാളെ മീറ്റ് ചെയ്യണം. തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ എല്ലാം ഒന്ന് എടുക്കൂ. അച്ഛനും അമ്മയും പിന്നെ വേറെ ചിലരും ഒക്കെ അമ്മാവനെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ണുറന്ന് നോക്കിയേ. തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ പണിക്കരേട്ടൻ. 1 മാസം മുമ്പ് വരെ ചെറുതായിട്ട് എന്തെങ്കിലും പറയുമായിരുന്നു. ഇപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതി കാണിക്കും. എന്താ പറ്റിയത്? 2 വർഷം മുമ്പ്. രണ്ടൊന്നുമല്ല, കഴിഞ്ഞ മെയില്. അതെ, ഇവിടെ തന്നെ ഞങ്ങള് കാപ്പിയും കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഏട്ടന്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണു, കുഴഞ്ഞു വീണു. ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടി. ഡോക്ടേഴ്സ് എല്ലാം പരിചയക്കാരായതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കെയർ കിട്ടി. ആയുർവേദം ഒന്നും? 6 മാസം അത് തന്നെയായിരുന്നു. വലതുകൈക്ക് ഇത്രയും ജീവൻ വെച്ചത് അതുകൊണ്ടാ. ചേട്ടന് വേണ്ടിയാ വിവാഹം ഇവിടെ വെച്ചാക്കിയത്. പയ്യന്റെ അമ്മ? ഷീസ് നോ മോർ. എന്താ? ചേട്ടത്തി പോയിട്ട് 3 വർഷമായി. അതിനുശേഷം ഈ അസുഖം ഉണ്ടായത്. തരാം. പണിക്കർ ചേട്ടന്റെ ചേച്ചിയുടെ വിവാഹത്തിനും തിരുമേനി ആയിരുന്നു പാചകം. തൃപ്രയാർ വെച്ച് 30 കൊല്ലം മുമ്പ്. അന്നത്തെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ടെന്ന്. ഈശ്വര. എന്താ ഡാഡി? തിരുമേനിയുടെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ. ഓ, കാല് തൊട്ട് തൊഴുതോളൂ. ഓക്കെ. യവന്മാരെ കാണുന്നില്ലല്ലോ. ട്രാഫിക്കിൽ എങ്ങാനും കുടുങ്ങിയിട്ടുണ്ടാവും. ട്രാഫിക്കിന്റെ കാര്യം ഇറങ്ങും മുമ്പേ ആലോചിക്കണം. എവിടാടാ? വരുന്നേ, വേഗം വാ. ഇല്ല ഞങ്ങൾ കളഞ്ഞിട്ട് പോകും.
അവന്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. എടാ അവന് നേരത്തെ ഹാജരാവണമെന്ന്. വേഗം വരാൻ പറ. ആ ഓക്കെ ഓക്കെ. മറ്റന്മാരോ? ആ ശരി ശരി, എന്നാ ബാ. അവന്മാരിപ്പോ വരും. നീ എന്നാ കഴിക്കാത്ത? അയ്യോ, ഫിറ്റായി പോയാലോ? അച്ഛൻ കുഴപ്പമില്ല, അമ്മ പിടിക്കും. ബിയർ അടിച്ചിട്ടാ ഫിറ്റ് ആവാനാ? ഓഫീസിൽ നിന്ന്. ആ എന്നാ രഞ്ജിത്തെ? ഓഹോ, ആ അത് നമ്മൾ അയച്ചില്ലായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്യ്. നീ എന്നാണ് അന്തപ്പെട്ടിരിക്കുന്നത്? ഇതുവരെ കഴിച്ചില്ലായിരുന്നോ? ഡാ, ദേ അത് കണ്ടോ? അതാണ് മേനോൻ സാറിന്റെ വുഡ് പീസ് ആണല്ലോ. ഏത്? ദോ ആ തിരിഞ്ഞിരിക്കുന്ന കക്ഷി, കറുത്ത ടീഷർട്ടും തൊപ്പിയും. കൂടെയുള്ളതാരാ? ആ അതെനിക്കറിയില്ല. ഒന്ന് കാണണമല്ലോ ആ ഭാഗ്യവാനെ. നീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്. അയ്യേ, എനിക്ക് ചമ്മല. എന്നെ ഓർമ്മയുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. 1 minute. അച്ഛാ, എടാ എനിക്കറിയാം ഈ പാർട്ടിയെ. ആളിത് തന്നെയല്ലേ? പിന്നെ മേനോൻ സാറല്ലേ എന്നെ പരിചയപ്പെടുത്തിയത്? എനിക്കറിയാം. ഞങ്ങളുടെ ബോസിൻ്റെ വില്ല ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ വന്നൊരു പെൺകുട്ടിയുണ്ട്. ഇറാൻകാരിയാ. ഇവര് തമ്മിൽ ലൈനായിരുന്നു. അവളെ കാണാൻ ഇവൻ അവിടെ വരും. പലയിടത്തും വെച്ച് അവരൊരുമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കാരോ പറഞ്ഞും കേട്ട് ഇവർ ഒരുമിച്ച താമസമൊന്ന്. ഡാ, നീ എന്തൊക്കെയാ പറയുന്നത്? കല്യാണം കഴിഞ്ഞോന്ന് വരെ സംശയമുണ്ട്. അതോ ലിവിങ് ടുഗദർ ആണോ? ഏതായാലും ഒരു പെശക് ലൈനാ. അച്ഛായ, നിനക്ക് ആള് തെറ്റിയതായിരിക്കും. എനിക്കോ ആളെ തെറ്റാനോ? എന്നെ പ്രസവം എടുത്ത നേഴ്സിന്റെ മുഖം വരെ ഈ ജോബിന് ഓർമ്മയുണ്ട്. അപ്പോഴാ നീ എന്നാടോ ആലോചിക്കുന്നേ? നിന്റെ അനിയത്തിയുടെയും പൂർവ്വ കാമുകിടന്ന് വരണല്ലോ അവൻ. അതല്ല, മേനോൻ സാറിനും ആ കുട്ടിക്കൊക്കെ ഈ കാര്യമൊക്കെ അറിയോ? അറിയാമായിരിക്കും, ചിലപ്പോ അറിയില്ലായിരിക്കും. പണക്കാരായ മാന്യന്മാരുടെ നാടകമൊന്നും നമുക്ക് മനസ്സിലാവത്തില്ലടാ. എന്നാ നമ്പൂതിരി ബാവിലെ നന്മ ഉണർന്നോ? എന്തായാലും കഷ്ടമായി പോയി. ആ കുട്ടി ഇവിടെ പഠിച്ചു വളർന്നാണെങ്കിലും നാട്ടിലെ കുട്ടികളുടെ പ്രകൃതം. പിന്നെ മേനോൻ സാർ ആളൊരു പാവ. അവർക്ക് ഈ ഒരു പയ്യനെ കിട്ടിയുള്ളൂ. എടാ, ചിലപ്പോ ഇവനെ ഇറാനി പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്താണ്. ചിലപ്പോ അവക്കും കാണും അങ്ങനെ ചില പാസ്റ്റൊക്കെ. ഇവിടെ ആവുമ്പോ ഏതാ തറവാട് എന്താ പാരമ്പര്യം ഒന്നും ആരും ചോദിക്കുകയല്ല. അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ പതിവാ. 2, 3 കെട്ടി ഒളിഞ്ഞും തെളിഞ്ഞും താമസിക്കുന്ന പല കക്ഷികളെ എനിക്കറിയാം. വന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ അച്ഛന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മേനോ സാർ വച്ചു കിട്ടുന്ന ജോലി 2 കൈ നീട്ടി സ്വീകരിക്കുക. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. പിന്നെ മറ്റൊരു കാര്യവും ഇപ്പം നിന്റെ ചിന്തയിൽ വരാൻ പാടില്ല. എടാ പുണുലെ, എന്നാടാ നീ എല്ലാം കൂടെ എടുത്ത് കമത്തുന്നേ? കർത്താവേ, പറയാൻ പോയത് അബദ്ധമായി പോയല്ലോ.